സിനിമാ ടാക്കീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ധീരൻ എന്ന ചിത്രത്തെ കുറിച്ചാണ്. നമ്മൾ ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. എൽദോസ് നമുക്കെല്ലാവർക്കും മാതൃകയാണ്. അവൻ ഈ നാടിന്റെ ധീരനാണ്. 12-ാം വയസ്സിൽ ഞാൻ നാട്ടുകാർക്ക് ധീരനായി. ഒരു ധീരൻ. 30-ാം വയസ്സിലും മൈരനും. അതെ അതെ അതെ. ചേട്ടൻ 90-100 മലയാറ്റൂർ പാലത്തിൽ പറപ്പിക്കുന്നത് കാണാൻ ഒരു രക്ഷയില്ല. ഞാൻ അതിങ്ങനെ കണ്ടു നിൽക്കാറുണ്ട്. റൈറ്റർ ഡയറക്ടർ ദേവദത്ത് ഷാജി. ദേവദത്ത് ഷാജി തന്നെയാണ് ഭീഷ്മപർവം എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ കോ റൈറ്റർ. പ്രൊഡ്യൂസർ ലക്ഷ്മി വാര്യർ ആൻഡ് ഗണേഷ് മേനോൻ. സിനിമാറ്റോഗ്രഫി ഹരികൃഷ്ണൻ ലോഹിതദാസ്. അവൻ ആരാ തനിക്കറിയോ? ധീരനക്ക് ധീരൻ. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് രാജേഷ് മാധവൻ, മനോജ് കെ ജയൻ, ജഗദീഷ്, സുധീഷ്, അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ തുടങ്ങിയവരാണ്. അരുവി എന്ന ഹിന്ദി ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രത്തെയാണ് മനോജ് കെ ജയൻ അവതരിപ്പിക്കുന്നത്. മനോജ് കെ ജയൻ ഈ ചിത്രത്തിൽ വെൽഡറും കൂടെയാണ്. ഏത് നാട്ടിലായാലും എനിക്ക് ജീവിക്കാൻ എന്റെ വെൽഡിംഗ് മെഷീൻ മതി. ജോപ്പൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സുധീഷ് ആണ്. അദ്ദേഹം അനധികൃതമായി മദ്യ നിർമ്മാണത്തിന്റെ ആളാണ്. ഹെൽത്തിലാണ് വർക്ക് ചെയ്യുന്നത്? അല്ല, ഞാനിങ്ങനെ വാട്ടർ അതോറിറ്റിയിൽ. സാറേ, അവന് കള്ളവാറ്റാ സർ. കുഞ്ഞിമോൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അശോകനാണ്. പുള്ളി ലൈഫ് ലോങ് ബാച്ചിലർ ആണ്. അബ്ബാസ് എന്ന കഥാപാത്രത്തെ ജഗദീഷ് അവതരിപ്പിക്കുന്നു. വാർഡ് മെമ്പറായിട്ടാണ് പുള്ളി പ്രത്യക്ഷപ്പെടുന്നത്. എൽദോസ് അഗധീരൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് രാജേഷ് മാധവനാണ്. പുള്ളിയാണ് ഇന്നത്തെ ചിത്രത്തിലെ നായകൻ. 12-ാം വയസ്സിൽ ധീരതയ്ക്കുള്ള പ്രസിഡന്റിന്റെ മെഡല് കിട്ടിയ വ്യക്തിയായിട്ടാണ് എൽദോസിന്റെ ഈ പ്രത്യക്ഷപ്പെടുന്നത്. എൽദോസ് നേരിടുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. നേരിമംഗലം, മലയാറ്റൂർ എന്നീ ഭാഗങ്ങളാണ് ഷൂട്ടിംഗ് ലൊക്കേഷൻ. എൽദോസ് മരണപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ നാട്ടിലുള്ളവർ ആംബുലൻസുമായി തമിഴ്നാട്ടിലേക്ക് പോകുന്ന രംഗം ആണ് ഇതിനകത്ത് ഉള്ളത്. ഈ രംഗങ്ങൾ കാണുമ്പോൾ 1980s-ലെയും 90s-ലെയും ചില പ്രിയദർശൻ ചിത്രങ്ങളുടെ ഓർമ്മയാണ് എനിക്ക് വരുന്നത്. ഭൂമിയിലുള്ള സമകാലിക കാര്യങ്ങൾ നടക്കുന്നത് 2 ആംഗിളിലാണ് എന്ന് അബ്ബാസിന്റെ ഒരു ഡയലോഗ് ഉണ്ട്. അത് കിടിലനായിട്ടുണ്ട്. ഒരു ആംബുലൻസിന്റെ ഉള്ളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് ഹാഫ് കോമഡിയേക്കാൾ കൂടുതലുള്ളത് സെക്കൻഡ് ഹാഫ് ആണ്. ടോട്ടലി ഈ ചിത്രം എനിക്ക് ഒരു ഓക്കെ ഫീൽ ആയിട്ടാണ് തോന്നിയത്. ഏകദേശം 2.25 മണിക്കൂറാണ് ഈ ചിത്രം ഉള്ളത്. ഞാൻ ഈ ചിത്രം കണ്ടത് ഓൾഡ് സെൻട്രൽ ട്രാക്കീസ് പഴയ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് തൃപ്പൂണിത്തുറയിൽ ആണ് കണ്ടത്. വൈകുന്നേരം 3:45 ഞായറാഴ്ചത്തെ ഷോയിലാണ് ഞാൻ കയറിയത്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി മറ്റൊരു സിനിമ വിശേഷമായി വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.